ഞങ്ങൾ 3 പേര് 13, 14, 15 അടുത്തടുത്ത വാർഡുകളിലായി മത്സരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ഛൻ്റെ സിറ്റിംഗ് വാർഡിലാണ്. അച്ഛനും വെല്ലിച്ചനും മാത്രമല്ല, അച്ഛൻ തൊട്ട് രാഷ്ട്രീയത്തിലാണ്. രാഷ്ട്രീയത്തിനപ്പുറം ഒരു വാർഡിൻ്റെ നന്മ എന്ന് ജനം കരുതുന്നുകൊണ്ടാണ്. എൻ്റെ കാര്യം എടുത്താലും ബിനുവിൻ്റെ കാര്യം എടുത്താലും ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ്. ഈ വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയെന്ന് പറയുന്ന ഒരു വെറുമ്പാക്കല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. നമസ്കാരം. കന്നി അംഗത്തിനിറങ്ങുന്ന 21 വയസ്സുകാരിയായ സ്ഥാനാർത്ഥിക്ക് കൂട്ടായി അച്ഛനും വല്ലിച്ചനും, അതും രാഷ്ട്രീയത്തിൻ്റെ പിന്തുണയൊന്നുമില്ലാതെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. പാലാ നഗരസഭയിലെ 13, 14, 15 വാർഡുകളിലാണ് പാലായിലെ പുളിക്കക്കണ്ടം ഫാമിലിയിൽ നിന്നുള്ള 3 പേർ മത്സരിക്കുന്നത്. സഹോദരങ്ങളും മൂത്തയാളുടെ മകളുമാണ് മത്സരരംഗത്തുള്ളത്. ഇപ്പോൾ ആ മത്സരം നടത്തുന്ന പാലാ നഗരസഭയിലെ വാർഡിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ആ സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. ബിനു പുളിക്കക്കണ്ടവും ബിജു പുളിക്കക്കണ്ടവും മകളുമാണ് നമുക്കൊപ്പമുള്ളത്. ഇത്തവണ 3 സ്വതന്ത്രന്മാരാണുള്ളത് ഈ കുടുംബത്തിൽ നിന്ന്. അതെ, ഞങ്ങൾ 3 പേര് 13, 14, 15 അടുത്തടുത്ത വാർഡുകളിലായി മത്സരിക്കുകയാണ്. ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്ന രീതിയിൽ. എങ്ങനെയാണ് ഇത്തവണ പാർട്ടിയുടെ കൂടെ ഒന്നുമില്ല? ഇല്ല, പാർട്ടിയുടെ കൂടെ ഒന്നുമില്ല. ഞങ്ങൾ സ്വതന്ത്ര ചിന്താഗതിയുള്ള, അതായത് എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. മോക്ക് പോലും അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പക്ഷേ നഗരസഭയിൽ ഞങ്ങൾ 3 പേരും പൂർണ്ണ സ്വതന്ത്രന്മാരായിട്ട് ഒരു സ്വതന്ത്ര കൂട്ടായ്മയായി മത്സരിക്കുകയാണ്. 2010 ഇതുപോലെ തന്നെ മത്സരിച്ചിരുന്നു. അന്ന് ഇവർ 2 പേരും ഇല്ലായിരുന്നു. എൻ്റെ നേതൃത്വത്തിൽ വേറെ 2 പേര്, ഞങ്ങൾ 3 പേര് മത്സരിക്കുകയും 3 പേര് വിജയിക്കുകയും ചെയ്തു. അന്ന് വിജയിച്ചപ്പോൾ ഈ സ്വതന്ത്ര കൂട്ടായ്മ ഒരുമിച്ച് നിന്നതിൻ്റെ പേരിൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള വികസനം ഞങ്ങൾക്ക് ആ പ്രദേശത്ത് കൊണ്ടുവരാൻ സാധിച്ചു. ആ ഒരു ഇൻസ്പിറേഷനാണ്, അല്ലെങ്കിൽ ആ ഒരു അനുഭവമാണ് ഇതുപോലെ വീണ്ടും ഈ 2025 ഇതുപോലെ ഒരു സ്വതന്ത്ര കൂട്ടായ്മയായി മത്സരിക്കാൻ ഞങ്ങൾക്ക് ധൈര്യം തരുന്നതും പ്രചോദനം തരുന്നതും. ചിഹ്നമൊക്കെ ഇപ്പോൾ കിട്ടിയോ? ചിഹ്നം കിട്ടി. ഞങ്ങളുടെ 3 പേരുടെ ചിഹ്നം ജീപ്പാണ്. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. ഞങ്ങളിനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായി ഇറങ്ങുകയാണ്. എന്താണ് ഇത്തവണ ഈ മകളെയും കൂടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി? രാഷ്ട്രീയമല്ലല്ലോ, ഇതൊരു രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റേതായ രാഷ്ട്രീയമുണ്ട്, ചേട്ടൻ അവൻ്റേതായ രാഷ്ട്രീയമുണ്ട്, മോക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. ഒരു പക്ഷേ ഞങ്ങൾ പരിചയിച്ച് വന്ന രാഷ്ട്രീയമല്ല. മുദ്രാവാക്യം വിളിച്ച് പോസ്റ്റർ ഒട്ടിച്ച് പ്രകടനം നടത്തി ആ ഒരു രാഷ്ട്രീയമല്ല പുതിയ പിള്ളേരുടെ രാഷ്ട്രീയം. അവർക്ക് ഐഡിയോളജിക്കലായിട്ട് ചിന്തിച്ചുള്ള അവരുടെ രാഷ്ട്രീയമുണ്ട്. ഞങ്ങളിത് നിർബന്ധിച്ചോ ഒന്നുമല്ല. ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായപ്പോൾ സമാന മനസ്കർ ഒരേപോലെ നിന്നെങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഈ 3 വാർഡുകൾ ഭൂമിശാസ്ത്രപരമായി വളരെ കണക്റ്റഡാണ്. ഇപ്പോൾ റോഡിൻ്റെ 2 സൈഡുകൾ 2 വാർഡ്, അടുത്ത സ്ഥലത്ത് വരുമ്പോൾ വേറെ 2 വാർഡുകൾ വരുന്നു. അതുപോലെ ഈ 3 വാർഡുകളും ചേരുന്ന പ്രദേശമുണ്ട്. അപ്പോൾ ഈ 3 പേരുടെയും നഗരസഭയിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആനുകൂല്യങ്ങൾ ഒരേ രീതിയിൽ വിനിയോഗിച്ചാൽ വിപ്ലവകരമായ ഒരു വികസനം അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത്. ദിയ ബിനു കന്നി അംഗമാണ്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? വളരെ ഒരു സന്തോഷം തോന്നുന്നു. കാരണം എല്ലാവരുടെയും റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവായിരുന്നു. വളരെ വെൽക്കമിങ് ആയിട്ട് തന്നെയാണ്. ഇവർക്ക് കൊടുത്ത അതേ സപ്പോർട്ട് എനിക്കും തരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് അച്ഛൻ്റെ സിറ്റിംഗ് വാർഡിലാണ്. അപ്പം എനിക്കറിയാവുന്ന, എന്നെ അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സന്തോഷം. ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? ചിഹ്നമൊക്കെ കിട്ടിയില്ലേ? ജീപ്പാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കാളാണ് എല്ലാവരും പറയുന്നത്. മോളിപ്പോൾ പഠിക്കുകയാണോ? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഈ വർഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് ചെന്നൈയിൽ നിന്ന് BA എക്കണോമിക്സ് ആണ് കഴിഞ്ഞത്. പിന്നെ ഞാൻ മുന്നോട്ട് പഠിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. ഏതായാലും ഈ രാഷ്ട്രീയ രംഗത്തേക്കൊക്കെ ഈ പുതുതലമുറ വരുന്നത് വളരെ ചുരുക്കമാണല്ലോ. പക്ഷേ ഈയിടെയായിട്ട് നമുക്കിപ്പം മേയർ ആണെങ്കിലും കുറച്ച് പേര് മുന്നോട്ട് വരുന്ന, ഇപ്പോൾ വളരെ ഒരു നല്ലൊരു മാറ്റം വരുന്നുണ്ട്. അപ്പം അതും ഒരു മോട്ടിവേഷൻ അല്ലേ. കൂട്ടുകാരൊക്കെ എന്ത് പറയുന്നു? കൂട്ടുകാരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ. ശരിക്കും ഈ അച്ഛൻ്റെ അനിയൻ്റെയും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കണ്ടു വളർന്ന ആളാണല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട് രണ്ടുപേരും? ആരാണ് മികച്ചതായിട്ടൊക്കെ നിൽക്കുന്നത് ഈ മേഖലയിൽ? എൻ്റെ അച്ഛനും വെല്ലിച്ചനും മാത്രമല്ല, അച്ഛൻ തൊട്ട് രാഷ്ട്രീയത്തിലാണ്. കുടുംബത്തിൽ ഒത്തിരി രാഷ്ട്രീയം. ഇവരെല്ലാവരും ഒരേ വാല്യൂസും എനിക്ക് ഒത്തിരി പകർന്നു തന്നിട്ടുണ്ടാണ്. ഇവരെല്ലാവരും ഞാൻ നോക്കിക്കാണുന്നത് വളരെ ഒരു ബഹുമാനത്തോടെയാണ്. അവരൊക്കെ പറയുന്നൊരു ഇതിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. കുടുംബത്തിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ് എല്ലാവരും? ഉറപ്പായിട്ടും. ശരിക്കും ബിജുവിൻ്റെ ആദ്യത്തെ അല്ല, എൻ്റെ ആദ്യത്തെ മത്സരമല്ല. നമ്മൾ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബിനുവായിട്ട് ഒരേ വാർഡിൽ തന്നെ മത്സരിച്ചിട്ടുണ്ട്. ഞാൻ UDF പാനലായിരുന്നു. ബിനു വന്ന് വേറൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് എതിരെ മത്സരിച്ചു? ഒരേ വാർഡിൽ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട്. അന്ന് ബിനുവിനായിരുന്നു വിജയം. ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബിനു വാർഡിനായി ചെയ്യുന്ന കാര്യങ്ങൾ അത് ആർക്കും അതിനെ കുറച്ച് കാണാനാവത്തില്ല. വാർഡുകൾ ഏതാണേലും ബിനുവിൻ്റെ പ്രവർത്തന മികവ്
ജനം അംഗീകരിച്ചിട്ടുള്ളതാണ്. അതുതന്നെയാണ് ബിനു ജയിച്ച ഓരോ വാർഡിലെയും അതിൻ്റെ വോട്ടിംഗ് നിലവാരം പരിശോധിച്ചാൽ വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിനാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണ വിജയിച്ചിരിക്കുന്നത് ആകെ പോൾ ചെയ്തതിൻ്റെ 91%. കാരണം എതിരാളികൾക്ക് കെട്ടിവെച്ച പണം പോലും കിട്ടാത്ത രീതിയിലാണ് ബിനുവിൻ്റെ വിജയങ്ങൾ ഓരോന്നും. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഷ്ട്രീയത്തിനപ്പുറം ഒരു വാർഡിൻ്റെ നന്മ എന്ന് ജനം കരുതുന്നുകൊണ്ടാണ്. അത് ഇത്തവണയും അതുപോലെ തന്നെ ഞങ്ങളെ നെഞ്ചേറ്റുമെന്ന ഉറച്ച പ്രതീക്ഷയുണ്ട്. പാലായിലെ രാഷ്ട്രീയത്തെ മറികടക്കാൻ നിങ്ങൾ സ്വതന്ത്രന്മാർക്ക് കഴിയുമോ? അത് പറയുമ്പോഴേ ഞങ്ങൾക്ക് രാഷ്ട്രീയം അന്യമല്ല. എൻ്റെ പിതാവും എൻ്റെ ബിനുവിൻ്റെ പിതാവെന്ന് പാലായിലെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ ഇവിടുത്തെ ഏറ്റവും തലമുതിർന്ന നേതാവായിരുന്നു. 40 വർഷം ഇവിടുത്തെ നിയോജകമണ്ഡലം വൈസ് പ്രസിഡൻ്റായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ കാര്യം എടുത്താലും ബിനുവിൻ്റെ കാര്യം എടുത്താലും ഞങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ്. ഇവിടുത്തെ പല ഇപ്പോഴത്തെ പ്രധാന നേതാക്കന്മാർ അനുഭവ പരിചയത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങളെക്കാളും തുലം പുറയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ നമ്മളാരെയും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന ഒന്നുമില്ല. പക്ഷെ ജനത്തിന് ഞങ്ങളെ അറിയാം. ഇത്തവണയും അതുപോലെ തന്നെ ഞങ്ങളെ അവർ നെഞ്ചേറ്റുമെന്ന് ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. രാഷ്ട്രീയം മാറ്റിവെച്ച് ജനങ്ങൾക്ക് വേണ്ടി സ്വതന്ത്രനായി തന്നെ ഇറങ്ങുക. ഈ വികസനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു വെറുമ്പാക്കല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അത് ബിനുവിൻ്റെ മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ അറിയാം. ജയിക്കുന്നോടം വരെയേ ഉള്ളൂ രാഷ്ട്രീയം. ബിനു അത് കഴിഞ്ഞാൽ എല്ലാവരുടെയും കൗൺസിലറാണ് ബിനു. അതിവിടുത്തെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണെന്ന് ഉറപ്പുണ്ട്. ആ ബിനുവിൻ്റെ പ്രവർത്തന മികവ്, പ്രവർത്തന പാരമ്പര്യം എൻ്റെയും മോൾക്കും അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഞങ്ങൾ 3 പേരോട് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വാർഡുകളുടെ വികസനം ബിനു സൂചിപ്പിച്ചു. ഇവിടുത്തെ വാർഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റോഡിൻ്റെ ഇരുവശവും മാത്രമല്ല ഇവർ തമ്മിൽ സംഗമിക്കുന്നതും കൂടെ ഒരു വാർഡായത്. അപ്പം തീർച്ചയായിട്ടും ഒരു വാർഡിലായിട്ട് വികസനം ഇവിടെ സാധ്യമാവുകയില്ല. 3 പേരോട് ഒന്നിച്ച് നിന്നാൽ ആ മേഖലയാകെ ഒരു പ്രത്യേകം ഒരു ഉയർച്ച ഉണ്ടാകും എന്നുള്ള വിശ്വാസമുണ്ട്. അത് ജനങ്ങൾക്കും ഉണ്ട്. ഈ ജീപ്പ് ചിഹ്നം ആദ്യമാണോ? ഞാൻ ഈ ജീപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോൾ ഞങ്ങൾ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ 3 പേരും ഫസ്റ്റ് ചോയ്സായിട്ട് ജീപ്പ് ചിഹ്നം, ഈ സ്വതന്ത്ര കൂട്ടായ്മ ഒരേ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞങ്ങൾ ജീപ്പ് ചിഹ്നമാണ് 3 പേര് ചോദിച്ചത്. ഭാഗ്യവശാൽ 3 പേർക്കും ഞങ്ങൾക്ക് ആ ചിഹ്നം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഏറെക്കാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ കുടുംബത്തിലെ സഹോദരങ്ങൾ ഇത്തവണ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പുതുതലമുറയെ ഈ രംഗത്തേക്ക് ഇറങ്ങുകയാണ്, പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ 3 പേരും ആഗ്രഹിച്ചതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നം ജീപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി ജനങ്ങളാണ് വിധി എഴുതേണ്ടത്. 3 പേർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാല.